പറഞ്ഞതാ. ഉം. ഇപ്പൊ കേസ് കോടതിയിൽ അവർ തന്നെ പറയുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ലെന്ന്. ഓ ഓ ഓ അത് നിങ്ങൾ റിമൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ മനസ്സിലായി. പറഞ്ഞിട്ടുണ്ട് ഉം, 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 അതിന്റെ ഉത്തരവാദിത്തം. പക്ഷെ അവരെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ ഉം, നമ്മൾ പൊതുവെ ഒരു കാര്യം പറയാണ്, ഉം, ഒരു പാരന്റ്സ് എടുക്കണം. ഉം, അവരുടെ അറിയാം, എല്ലാവർക്കും അറിയാം, അറിയാവുന്ന കാര്യമാണ്. ഉം, 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 ഉം. അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. ഹായ് ഗായ്സ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മേ ബി ഞാൻ ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യാം, അല്ലെ ഒരു എനർജി ലോസ് പോലെ ഫീൽ ചെയ്യാം. നോട്ട് എവറി ഡേ വിൽ ബി എ ഗുഡ് ഡേ അല്ലേ. നമ്മളെല്ലാ ദിവസവും നമുക്ക് ഭയങ്കര അടിപൊളിയാവണമെന്നില്ല. ചില ദിവസം ഒരു ഗുഡ് ഡേ ആയിരിക്കാം, ചില ദിവസം ബാഡ് ഡേ ആയിരിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ടുഡേ ഈസ് എ വെരി ബാഡ് ഡേ. ബട്ട് ബാഡ് ഡേ ആണെന്ന് കരുതിയിട്ടും യൂട്യൂബേഴ്സ് മൈ പാഷൻ, യൂട്യൂബേഴ്സ് മൈ ഹാപ്പിനെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയിരുന്നില്ല. ഐ കം ബാക്ക് വിത്ത് ദ വീഡിയോ. സോ ഗൈസ്, എക്സ്ക്യൂസ് മൈ ടയേർഡ് ഗ്ലൂമി ഫേസ് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കരുത്, എല്ലാവരും എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് பண்ணണം കേട്ടോ. എന്നിട്ട് മതി ബാക്കി എല്ലാ കാര്യങ്ങളും. ബാല എലിസബത്ത് വിഷയം എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ഞാൻ ഭയങ്കര പോസിറ്റിവിറ്റിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഈ പുട്ടിന് തേങ്ങ പോലെ ഒന്നും പറയാൻ പറ്റില്ല, അരിയിൽ കല്ല് പോലെ വല്ലപ്പോഴും ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നതാണ്. ആദ്യമായിട്ട് ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്, അല്ല ആദ്യമായിട്ട് ഇൻ ദ സെൻസ് നെഗറ്റീവ് തെറിവിളി കേട്ടിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ബാല എലിസബത്ത് ടോപ്പിക്. ഈ വീഡിയോ ഇട്ട് ഞാൻ ഇറങ്ങുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പല സൈഡിൽ നിന്ന് ചീത്തവിളി ഇങ്ങനെ ക്വിൻ്റൽ കണക്കിന് വന്നുകൊണ്ട് നിന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ബാല എലിസബത്ത് വീഡിയോ എന്ന് പറയുന്നത്. അപ്പം അതിൽ എൻ്റെ കുറേ ഒപ്പീനിയൻസ് പറഞ്ഞതാണ്. അങ്ങനെ അതിന് ശേഷം ബാല എലിസബത്ത് വിഷയം ഒന്നും പെട്ടെന്ന് അങ്ങ് നിന്നുപോയി. ഇപ്പം എല്ലാവരും നമ്മുടെ രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ രേണു സുധി ടോപ്പിക്കാണ്. അങ്ങനെ ഇന്ന് വളരെ ലേറ്റായിട്ട് ഞാൻ എലിസബത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കാണാനിടയായി. സോ അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. ഹായ്, എലിസബത്ത് ആണ്. നിങ്ങളുടെ അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ബി കോമ ഓ കോമ സി എന്നൊക്കെ പറഞ്ഞിട്ടിട്ടിട്ട് ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി, മണി സക്കിംഗ് ലീച്ചസ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല ത്രെറ്റനിങ് വീഡിയോകളും പലതും, അവരുടെ കൗണ്ടർ കേസുകൾ, ഒരു ഈവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫംഗ്ഷൻ തന്നെ നടന്നിട്ടില്ല. അപ്പം വീഡിയോയിലെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏകദേശം ഞാൻ പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എലിസബത്ത് ഉദയൻ എന്ന് പറയുന്ന ആൾ, അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ആളൊരു വീഡിയോ എടുക്കുകയാണ്. ആ വീഡിയോയിൽ ആൾ വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മരണം എന്ന് പറയുന്നത് ബാല എന്ന് പറയുന്ന വ്യക്തിയും ദ ലീഗൽ സിസ്റ്റവുമാണ് എന്നാണ് പറയുന്നത്. കാരണം ഞാൻ ഈ ബാലയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പലതരത്തിലുള്ള വീഡിയോയും കാര്യങ്ങളും അല്ലെങ്കിൽ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിലും ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു നീതി ഈ പെർട്ടിക്കുലർ ലേഡിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മാനസികമായ വിഷമങ്ങൾ സഹിക്കാൻ വയ്യാണ്ട് അവർ സൂയിസൈഡ് പറയുന്നത്. ആൻഡ് ഇതിൽ ഈ പെർട്ടിക്കുലർ ലേഡി വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാല എന്ന് പറയുന്ന വ്യക്തി കൗണ്ടർ കേസ് അവർക്ക് ഓപ്പോസിറ്റ് കൊടുത്തതിൽ പറയുന്നത് എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിനെ കല്യാണം പോലും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എലിസബത്തിനെ കല്യാണം കഴിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളാരും പൊട്ടന്മാരൊന്നുമല്ല. നിങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോയും കാര്യങ്ങളും എലിസബത്തൻ തങ്കം, എലിസബത്തൻ ഉയർ എന്ന് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷെ ലീഗലി രജിസ്റ്റേർഡ് ആണോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ലീഗലി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ അത് മാരേജ് അല്ല എന്ന് ബാല പറയുന്നതിനോട് എന്ത് പറയും, എന്താണ് കോടതിയുടെ തീരുമാനം എന്നുള്ളത് അറിയില്ല. ഭയങ്കര മെൻ്റലി ട്രോമയെ കൂടെ കടന്നു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എലിസബത്തിനെ സംബന്ധിച്ച്. കാരണം നമ്മൾ പൊതുവേ പറയുന്ന കാര്യമാണ്, സ്ത്രീകൾക്കാണ് ഈ സഹന ശക്തി എന്ന് പറയുന്നത്. ഈ ശാരീരിക ശക്തി ഇല്ലെങ്കിലും സഹന ശക്തി സ്ത്രീകൾക്ക് ഭയങ്കര കൂടുതലാണ് എല്ലാവരും പറയലുണ്ട്. പക്ഷെ ഇവിടെ ഈ വീഡിയോ കണ്ട സമയത്ത് അത്രത്തോളം വേദനിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് എലിസബത്ത് ചെയ്തൊരു കാര്യമാണിത്. അത്രത്തോളം അവരുടെ മനസ്സിനെ കുലുക്കി മറച്ചിട്ടുള്ളൊരു സാധനമാണ്. അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല.
നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ലീഗൽ സിസ്റ്റത്തിൻ്റെ ഭാഗത്തുണ്ടായതാണെങ്കിലും വലിയ തെറ്റ് തന്നെയാണ്. ഒരു പെൺകുട്ടി അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തണമെങ്കിൽ അവൾ അത്രത്തോളം സഹിച്ചിട്ടുണ്ടാവണം. അത്രത്തോളം എന്ന് വെച്ചാൽ അത്രത്തോളം ഒരു നിമിഷം കൊണ്ടോ ഒരു പോയിന്റ് കൊണ്ടോ തോന്നിയതല്ല. പിന്നെ ഈ കോടതിയുടെ മുമ്പിൽ വരുന്നതും നമ്മൾ കേസ് കൊടുക്കുന്നതൊക്കെ നമുക്ക് ന്യായമായ രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടും എന്ന് കരുതിയിട്ടാണ്. പക്ഷെ അത് കിട്ടാണ്ട് വരുന്ന സമയത്ത് വിഷമിച്ച് പോവും, ഇങ്ങനൊരു തീരുമാനം എടുത്തു പോവും. അങ്ങനെ തീരുമാനം എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഒരു എല്ലാവരും ഇമാജിനേഷനാണെന്ന് പറഞ്ഞു. പിന്നെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് വൈഫാണെന്നും ഇന്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ എന്തിനാണോ നടത്തിയതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വ ആ പുള്ളി തന്നെയാണ്. ഞാൻ ചീഫ് മിനിസ്റ്ററിന്റെ കംപ്ലൈന്റ് കൊടുത്തു, പോലീസിന്റെ കംപ്ലൈന്റുകൾ അക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും എന്റെ കംപ്ലൈന്റ് മോളിന്ന് താഴത്തേക്ക് കുന്നംകുളം ഡിവൈഎസ്പി ഓഫീസിലെത്തി. ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു. പിന്നെ അതിന്റെ റിസൾട്ട് അറിയില്ല. കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട്. കുറെ തവണ വക്കീലും പ്രസന്റ് ആയില്ല, പ്രതി എന്താ ഇയാളും പ്രസന്റ് ആയില്ല. ലാസ്റ്റ് പ്രസന്റ് ചെയ്തിട്ട് കൗണ്ടർ പ്രസന്റ് ചെയ്ത് ഇതിൽ എലിസബത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പോലീസുകാർക്ക് കേസ് കൊടുത്തിട്ട് അവർ കേസ് എടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവർ കേസ് എടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് ചീഫ് മിനിസ്റ്റർ അടുത്ത് പരാതി കൊടുത്തെങ്കിലും അതിന് വേണ്ട ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. കോടതിയിൽ കയറി ഒരുപാട് തവണ കേസ് പ്രൊസീഡ് ചെയ്തെങ്കിലും ബാല എന്ന് പറയുന്ന വ്യക്തി അവിടെ അഡ്മിറ്റ് ആവാൻ റെഡി ആയിട്ടില്ല, എന്ന് വെച്ചാൽ വന്നില്ല. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇപ്പോൾ കൗണ്ടർ കേസ് വന്ന സമയത്ത് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിനെ ഞാൻ വിവാഹം ചെയ്തിട്ടില്ല. അപ്പോൾ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് 100% കുറ്റം പറയുന്ന ഒന്നാണ് നമ്മളുടെ ലീഗൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ കോടതിയും നമ്മുടെ ജഡ്ജിമാരും പിന്നെ നമ്മുടെ പോലീസുകാരും എല്ലാവരും. നീതിക്ക് വേണ്ടി നിൽക്കുന്ന എത്ര പോലീസുകാരുണ്ട് അല്ലെങ്കിൽ എത്ര സിസ്റ്റം ഉണ്ട് എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും കള്ളത്തരം, പൈസ, ഇങ്ങനത്തെ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഇത്രത്തോളം ആ പെൺകുട്ടി കേസ് കൊടുക്കണം. ഞാൻ വരെ എൻ്റെ വീഡിയോയിൽ എലിസബത്തിനെ പറ്റി പറഞ്ഞ ഒരു നെഗറ്റീവ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, എന്തിനാണ് എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിളിച്ചു പറയുന്നത്, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കേസ് കൊടുത്താൽ പോരെ എന്നായിരുന്നു ഞാൻ വരെ എലിസബത്തിനോട് പറഞ്ഞത്. പക്ഷെ എൻ്റെ ആ ഒരു വാക്ക് തെറ്റാണെന്ന് എലിസബത്ത് എന്നോട് തെളിയിച്ചു വന്നു. ഞാൻ കേസ് കൊടുത്തിട്ട് ഒരാളും കേസ് എടുക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ലീഗൽ സിസ്റ്റം? ഈ ലീഗൽ സിസ്റ്റം കൊണ്ട് നമുക്ക് എവിടെയാണ് എവിടെയാണ് ഞങ്ങളുടെ ഒരു സേഫ്റ്റി കിട്ടുന്നത്? എവിടെയാണ് ഞങ്ങൾക്കൊരു മാറ്റം കിട്ടുന്നത്? എന്താ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? പിന്നെ ആരെയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോലീസ് ഉണ്ട് കൂടെ, കോടതി ഉണ്ട് കൂടെ, ജഡ്ജി ഉണ്ട് കൂടെ എന്നാണ് പറഞ്ഞത്. ഒരു കൂടകളിയും കാണുന്നില്ലല്ലോ. ഈ പെൺകുട്ടിക്ക് ഇന്ന് എന്തേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാല മാത്രമല്ല, ഈ ചീഫ് മിനിസ്റ്ററും ഈ ആ കേസ് എടുക്കാത്ത പോലീസുകാരും ഒക്കെ ഇതിന് പ്രശ്നക്കാർ. ഇവരൊക്കെ പ്രശ്നക്കാരാണെന്ന് ഓർത്തു. എന്ത് ചെയ്താലാണ് ഈ ലീഗൽ സിസ്റ്റം കുറച്ചും കൂടെ മാറുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. ഇന്ന് നമ്മളുടെ ലീഗൽ സിസ്റ്റം മാറുന്നു അന്ന് മാത്രമേ കേരളത്തിലെ ക്രൈംസ് കുറയൂ. ഇല്ലെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളായി കൂടും. ഉണ്ടയും ചപ്പാത്തിയും കൊടുത്ത് തീറ്റിക്കാൻ റെഡിയായ ലീഗൽ സിസ്റ്റം ഉള്ള അത്രയും കാലം. എന്താ ആകെ ലോയർ മാത്രമേ പ്രസന്റ് ചെയ്തത്. അത് കൗണ്ടർ നിങ്ങൾ വായിക്കേണ്ടതാണ്. അതിൽ തീരെ പുള്ളിക്ക് കാശില്ലാത്ത ഒരാളൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചോട് 250 കോടിയുള്ള ആള്. പിന്നെ ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ് ഉള്ളോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാര് പറയും പെണ്ണുങ്ങളും ആണുങ്ങളും വന്നിട്ട് റിസൾട്ട് പെണ്ണുങ്ങളും കേസ് വരികയാണെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് പ്രയോറിറ്റി കിട്ടുക. ഞാൻ ഫേസ്ബുക്കിലും എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞു. ചീഫ് മിനിസ്റ്ററിനെ കംപ്ലൈന്റ് ചെയ്തു, കോർട്ടിൽ കംപ്ലൈന്റ് ചെയ്തു. പിന്നെ നീതി ഇങ്ങനെ ഡിലേ ആയി പോയി. ഇതാണ് ഇന്നത്തെ ലീഗൽ സിസ്റ്റം. ഇത് അറിയായിരുന്നു. പക്ഷെ ഞാൻ കരുതുന്നത് നിങ്ങളൊരു മീഡിയയിൽ വന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ഇതാവുകയല്ലേ എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം ഇപ്പം
അന്നൊരു ടൈമിൽ എലിസബത്ത് ബാല വിഷയം നടന്നൊരു സമയത്തിൽ എല്ലാ യൂട്യൂബ് ചാനലിൻ്റെയും റിയാക്ഷൻ വീഡിയോയിൽ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പെട്ടെന്നൊരു മൊമെൻ്റ് ആയപ്പോഴേക്ക് ഇതെല്ലാം ഡിസപ്പിയറായി. ഒരാളുടെ ടോപ്പിക്കിൽ, ഒരാളുടെ ഡിസ്കഷനിൽ ഈ ഒരു ടോപ്പിക്കില്ല. പിന്നെ പല പല ടോപ്പിക്കുകൾ വന്നു. അതിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേഷ്മ തങ്കച്ചൻ, അല്ലെങ്കിൽ അഥവാ രേണു സുധി എന്ന് പറയുന്ന പെർട്ടിക്കുലർ ലേഡിയുടെ. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വന്നാൽ ഇത് വന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയയ്ക്ക് ഇറ്റ്സ് എ പ്ലേസ് ടു ഡിസ്കസ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ കണ്ടന്റ്, അത്രയേ ഉള്ളൂ. അതിൽ നിന്ന് മാറി ഇതിൽ നിൽക്കണം എന്നാണ്. പക്ഷേ നമ്മുടെ ലീഗൽ സിസ്റ്റത്തെ പോലും വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഇവരുടേത്? ഇന്ന് ഈ ലേഡിക്ക് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ നിങ്ങൾ അപ്പോൾ ബാലനെതിരെ കേസെടുക്കും, അല്ലെങ്കിൽ ബാലനെ പിടിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസമെങ്കിലും ജയിലിലിടും. ഒന്നും ചെയ്തിട്ട് കാര്യമില്ലടോ. ജീവനോടുള്ളപ്പോഴാണ് കൊടുക്കേണ്ട നീതി കൊടുക്കേണ്ടത്. ഇതിന് ശേഷം ബാലേൻ്റെ ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആ ഓഡിയോയും കൂടെ കേട്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ കേസ് കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ എന്റെ ഭാഗത്തുനിന്ന് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചോദ്യം എത്ര വേണമെങ്കിലും നിങ്ങൾ ചോദിക്കാം, പക്ഷെ ഉത്തരത്തിന് എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം പറയാന് അത് ബാല തന്നെ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്ത് വന്ന് പറയാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും എന്ത് ചെയ്യും, പുറത്ത് വരികയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ ബാല കൗണ്ടർ കേസ് കൊടുത്ത് നമ്മളിപ്പോൾ ഒരാൾ നമ്മളുടെ പേരിൽ കുറ്റം പറയുമ്പം നമ്മളെങ്ങനെ നമ്മളുടെ ഭാഗം രക്ഷിക്കുക എന്നേ നോക്കൂ. അപ്പം നമ്മൾ നമ്മളുടെ സൈഡ് ഫേവർ ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും പല കാര്യങ്ങളും എന്ത് ചെയ്യുക, പുറത്തോട്ട് പറയുക. അതാണ് ബാലേൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. കാരണം ബാല എലിസബത്തിനോട് ചെയ്ത പ്രവർത്തികൾ ഒക്കെ സത്യമാണെങ്കിൽ, കാരണം എലിസബത്ത് പറഞ്ഞിട്ടുള്ള അറിവുള്ളൂ, സത്യമാണെങ്കിൽ ബാല ഇസ് എ ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിയാണ്, ഹൈലി ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിയാണ്. അയാളുടെ അതിന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അദ്ദേഹത്തിന് ഞാൻ ശത്രുവല്ല. പക്ഷെ വിഷമം എന്താന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഒരു പോയിന്റ് ആരും മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതാണ് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത്. എന്താണ് അങ്ങനെ പറയാം? അദ്ദേഹത്തിന് താങ്കളുടെ മുന്നേ ഉണ്ടായിരുന്നപ്പോ അങ്ങനെ അന്ന് കേസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞതാ. ഇപ്പൊ കേസ് കോടതിയിൽ അവർ തന്നെ പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ലെന്ന്. അത് നിങ്ങൾ റിമൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. അതിന്റെ ഉത്തരവാദിത്വം പക്ഷെ അവരെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ നമ്മൾ പൊതുവെ ഒരു കാര്യം പറയാണ്, ഒരു പാരന്റ്സ് എടുക്കണം. അവരുടെ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. ഇപ്പൊ ഇത്രയും വലിയ അലിഗേഷൻ എന്റെ മേലെ വന്നിട്ടും എന്റെ മനസ്സിലെ എനിമിറ്റി ഇല്ല, ശത്രുത ഇല്ല. എനിക്ക് തോന്നുന്നു താങ്കൾ അപകടം ഉണ്ടായപ്പോഴൊക്കെ സങ്കടമേ ഉള്ളൂ. 100% എനിക്ക് സങ്കടമേ ഉള്ളൂ. അത് മാത്രം. ഇതിൽ പുള്ളി പറയുന്നത് കേസ് റിലേറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും പറയാൻ പറ്റില്ലെങ്കിലും എനിക്ക് പറയാനുള്ളൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു വ്യക്തി ആണെന്ന്. കാരണം എലിസബത്തിൻ്റെ സ്വഭാവവും പെരുമാറ്റത്തിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എലിസബത്ത് ഇപ്പോൾ ഈ ചെയ്ത ഈ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഒരു അബ്നോർമലായിട്ടുള്ള ഒരു ലേഡി അവരുടെ ഇമോഷൻ്റെ പുറത്ത് പറയുന്ന ഒരു കാര്യമാണ് എന്ന രീതിയിലാണ് ബാല ഇതിൽ കൺവേ ചെയ്തിട്ടുള്ളത്. ആൻഡ് ബാല പറയുന്ന ഒരു കാര്യം, എനിക്ക് എലിസബത്തിനോട് ദേഷ്യമല്ല എന്നുള്ളതാണ്. പൊതുവേ കണ്ടിട്ടുണ്ട് ബാല ഇപ്പോൾ അമൃത എന്ന് പറയുന്ന വ്യക്തിയെ ഡിവോഴ്സ് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ സെപ്പറേഷൻ വന്ന സമയത്ത് അമൃതേനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോ ചെയ്തെങ്കിലും എലിസബത്തിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു വീഡിയോയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആകെ കണ്ടത് ഇത് മാത്രം, സൈക്കാട്രിക് ഇഷ്യൂ ഉള്ള ഒരു ലേഡിയാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതാണ് മെയിനായിട്ട് പറഞ്ഞത്. ബാക്കി കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട്, അതും കൂടെ എന്താ നോക്കാം. സെക്ഷൻ 31 അറിയാൻ പറ്റും. സെക്ഷൻ 31 വയലേഷൻ ഏറ്റവും വലിയ വയലേഷനാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ പണിഷ്മെന്റ് ഒക്കെ അവർക്ക് കിട്ടും. അത് കാണുമ്പോ എനിക്ക് സങ്കടം വരും. ബാല അല്ല ചെയ്യുന്നത് ഇത്. എന്തായാലും ബാല അവരൊരു സ്ത്രീയാണ്. അപ്പൊ അതൊരു മാനസിക സമ്മർദ്ദത്തിലൂടെ പോകുമ്പോ അത് നമ്മളവരെ അങ്ങ് ടോർച്ചർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങ് ടോർച്ചർ ചെയ്യുന്നു. എങ്ങനെ സർ ചെയ്യും? അവരെന്ന് കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്ന അതാണ് ബാല വീണ്ടും വീണ്ടും ടോർച്ചർ ചെയ്യുന്നു. ശരി ശരി. അല്ല എനിക്കറിയില്ല, അവര് പറയുന്നതാണ്. ഞാനും എന്റെ ഭാര്യ പേര് കോക്കിലാണ്. അതാണ് ആദ്യമേ ഞാൻ തിരുത്തിയത്. അല്ല അവരും ഈ ഒരു വിഷയമാണ് അവർ വീണ്ടും കേൾക്കുക. ഞാനും എന്റെ വൈഫും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ നടന്നിട്ടുള്ള ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് നീതി കിട്ടാത്തതിൽ ഒരുപാട് വിഷമമുണ്ട്.
അവരെ ഈ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുപോയ ലീഗൽ സിസ്റ്റത്തിനോട് എനിക്ക് വെറുപ്പുണ്ട്. പക്ഷേ എലിസബത്ത് ചെയ്ത ഈ പ്രവൃത്തിയോട് എനിക്കൊരിക്കലും താല്പര്യമില്ല. ഈവൻ ഇവിടെ ഏതൊക്കെ സൈഡിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള സൂയിസൈഡൽ കേസ് കേട്ടിട്ടുണ്ടെങ്കിലും ഐ ആം ദി പേഴ്സൺ ഹു നെവർ സപ്പോർട്ട് ദിസ്. ഞാൻ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. നമുക്ക് നമ്മളതായ ഒരു ജീവിതമുണ്ട്, നമ്മളത് എന്തിനാണ് കൊണ്ടുപോയി കളയുന്നത്? പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആ സമയം തന്നെ ഏത് പ്രശ്നമാണെങ്കിലും അതിനൊരു തീരുമാനവും ഒരു കൺക്ലൂഷനിലോട്ടും എത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നമ്മൾ അന്നേരം ഒന്നും ചെയ്യാണ്ട് മറ്റൊരു വ്യക്തി ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരുമ്പം പല ഇമോഷൻസ് നമ്മുടെ മൈൻഡിൽ കൂടെ കടന്നു പോകും. അയാൾ എന്നെ അയാൾക്ക് വേറൊരു ലൈഫായി, അയാൾ അടിച്ചു പൊളിക്കുകയാണ്, ഞാൻ മാത്രം എങ്ങനെയായി, എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു ബൾക്ക് ഓഫ് ഇമോഷൻസ്. ഒരിക്കലും ഒരു കൗണ്ടർ കേസോ പോലീസ് എടുക്കാത്തതോ മാത്രമല്ല, അവർ കടന്നു പോകുന്ന കുറേ അവസ്ഥകളാണ് അവരെ ഈ സിറ്റുവേഷനിലോട്ട് എത്തിയത്. നമുക്ക് ഫ്രണ്ടോട്ട് ജീവിക്കാൻ, ലൈക്ക് എവറി പേഴ്സൺ ഈസ് ഹാവിങ് എ ഗുഡ് ഡേ ആൻഡ് എ ബാഡ് ഡേ. സം ഡേയ്സ് വിൽ ബി സോ ഗുഡ്, സം ഡേയ്സ് വിൽ ബി സോ വേഴ്സ്, ബട്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. അതും മാറും, അതും ചേഞ്ച് ചെയ്യും, നമ്മൾ അതിൽ നിന്ന് ബാക്കോട്ട് വരും എന്നൊരു തിരിച്ചറിവോട് കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ഇത്രയേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.